ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ. നെയ്ച്ചോറും കൂടില്ല. ഇന്നത്തെ സ്പെഷ്യല് തേങ്ങാച്ചോറും ചിക്കൻ കറി. ഇതെന്തിനാ എന്താണ് ഉള്ള ക്ലിയർ മതി അറിയാം. ചെറിയുള്ളി ഫോട്ടോ കിട്ടിയോ? ഇറങ്ങിക്കാട് അവിടുന്ന് പിന്നെ മാറിക്ക കൊണ്ടേക്കടാ. വല്ലുള്ളി ഇടാണ് കേട്ടാ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ആണ്. വ്ളോഗിന്റെ ഇടയിൽ വേറൊരു വ്ളോഗർ. വ്ളോഗിന്റെ ഇടയിൽ വേറൊരു വ്ളോഗ്, മറ്റൊരു വ്ളോഗ്. ഇനിയാണോ എണ്ണ കുറവാ? നീ പറഞ്ഞോ തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ്. ചേച്ചിറൊക്കെ പറഞ്ഞോ? ഞാൻ പറഞ്ഞു. പറഞ്ഞെങ്കിൽ മതി. എനിക്ക് ഉപ്പ് ഇടണ്ട കേട്ടാ. ഇതാരതോ എന്തായാലും ഇനി അവിടുന്ന് മഞ്ഞപ്പൊടി, ഗരം മസാലയും ചിക്കൻ മസാലയും ഓറഞ്ച് പൊടിയും മുളകും പൊടിക്ക് അറിയണ ഓറഞ്ച് പൊടി. ഓറഞ്ച് പൊടി ഓറഞ്ച് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ എടുത്താ. മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി. ഇതില് വന്ന ഇതില് കടന്ന് പുകയൂട്ടോ. നല്ലോണം ഓർമ്മച്ചോ. ഞാൻ വിചാരിച്ച ഉള്ളിന്റെ ആണ്. പിന്നെ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അല്ലേ? അതെ, ആകെ പുകഞ്ഞിട്ടേ. അപ്പൊ എന്താ പറയാ, മറ്റേ പേഷ്യൻ കയറ്റൊക്കെ ഇപ്പൊ നാടൻ കയറ്റായിട്ട് മാറും. പിന്നെ അതെന്താ മഞ്ഞപ്പൊടിയൊക്കെ അങ്ങോട്ട് പോണു. ആ മഞ്ഞപ്പൊടി കൊടുക്കും. വറക്കും തളികയില് എന്താ ഓല് നിക്കൂല. ബസ് എത്തുമ്പോ കന്യാസ്ത്രീകള് കരിമ്പോകയായിട്ട് കാണുന്ന ഭംഗിയാണ് പോവും. അപ്പൊ മഞ്ഞപ്പൊടി ഇടാണ്. മഞ്ഞപ്പൊടി അതെയോ? മഞ്ഞപ്പൊടി ഇട്ടു. ഇനി മുളകും പൊടി ഇടണ്ടേ? മുളകും പൊടി ആയിട്ടില്ല, മല്ലിപ്പൊടി ആനും വേണം. മല്ലിപ്പൊടിയാണോ? മല്ലിപ്പൊടി എടുത്തിട്ടതാ. നമ്മള് തേങ്ങാച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. മല്ലിപ്പൊടി ഇട്ടു. തേങ്ങാച്ചോറിന് മാങ്ങാക്കറി കുറച്ച് മതിയോ? മല്ലിപ്പൊടി ഇട്ടു. അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അതാണ് പൊടി കൂടിയോന്ന്. ഇത് വേണ്ടേ ഇഞ്ചി വെളുത്തുള്ളി? അത് ഇട്ടോ ഇട്ടോ? കൊറേ ഉണ്ടായിരുന്നു. അമ്മ കുറച്ച് അരച്ചിരുന്നു. അപ്പൊ അത് ഞാൻ പിന്നെ അരച്ചതാ. മുളകും പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളകും പൊടി. കരിയുണ്ടോ? കരിയൂല. കരിഞ്ഞ നമ്മളെ സ്പെഷ്യലിസ്റ്റ് കുക്കാണ്. എന്ത് വേണം എന്നാലും അവൾക്ക് ഓരോരോ സ്പെഷ്യൽ ഉണ്ടാക്കണം. സ്പെഷ്യൽ വേണമെന്ന് നിർബന്ധമുള്ള ആളാണ്. അപ്പൊ ആകെ ജീവിക്കുന്നത് തിന്നാനാണ്. കുക്കിംഗ് ആണ്, നമ്മളെ കുക്കാണ്. ഒരു കുക്കുണ്ട്. ആ കുക്കിനപ്പോ ഇവിടെ കിട്ടൂല, അത് ഗൾഫിലാണ്. അത് കഴിഞ്ഞ പിന്നെ നമ്മളെ കുടുംബത്തിലെ രണ്ടാമത്തെ കുക്ക് സജിതയാണ് അല്ലേ? അതെ അതെ അതെ. ഒരു കുക്കുള്ളത് ഇപ്പൊ അത് ഗൾഫിലാണ്. ആ കുക്കുണ്ടെങ്കിൽ ആ കുക്ക് നമുക്ക് ഉണ്ടാക്കി തരും. അത് പിന്നെ സ്പെഷ്യലിസ്റ്റ് ആണ്. അതൊരു അണ്ടർവേൾഡ് കുക്ക്. അതൊരു ഒന്നൊന്നര അണ്ടർവേൾഡ് കുക്ക്. അപ്പൊ ആ കുക്കിന് അവിടെ കിട്ടൂല. ഇത് അത്ര കഴിവൊന്നും ഇല്ലാത്ത ഇത് ചെറിയ വേൾഡ് കുക്ക്, ജൂനിയർ കുക്ക്. അത് സീനിയർ കുക്ക്. തക്കാളിയും മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. എന്താണ് എന്താ ഉണ്ടാക്കി? അതന്നെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ വാങ്ങാൻ നിവർത്തി ഉണ്ടായിട്ടൊന്നല്ല. നല്ലോണം മിക്സ് വെൽ. ചിക്കൻ മസാല വേണ്ടേ സജിതേ? വേണം. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇടാ. ചിക്കൻ കറി അല്ലേ, ചിക്കൻ മസാല ഇടണം. നിങ്ങളൊന്നും ഉണ്ടാണ്ടിരിക്കുക കുട്ടികളെ.
ഇവിടെ ഒരു പൂജ നടക്കാന്ന് അറിയില്ല, ഒന്നും മിണ്ടാണ്ടിരിക്കും. തന്നെ എന്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളെങ്കിലും ഒന്നും മിണ്ടാണ്ടിരിക്കോ? ഒരു പൂജ നടക്കുന്നാണ് അറിയില്ലേ? അത് നോക്കണ്ട കേട്ടോ. ആര് ഓൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. പൂച്ചാളെ വരിക തിന്നാ വരിക തിന്നാ. ഒരു എന്തേലും പണിയുണ്ടേ. വെള്ളം പാരുമ്പോ വെള്ളം പാരുമ്പോ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കും. ശേഖര കേട്ടോ, പറയാനൊന്നുമില്ല, മസാല കരിയാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പോ ചുക്കള എന്താ കുടിക്കണല്ലേ? വെള്ളം എടുക്കാൻ ഉള്ളിൽ കയറി പോണ്ടേ. ശേഖരം ഗരം മസാല, തേങ്ങാച്ചോറും ചിക്കൻ കറി സജിതയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. അപ്പൊ ഓളാണത്. പൊതുവെ എല്ലാതും ഭയങ്കര ഇഷ്ടമാണ്, അതാണ് പ്രശ്നം. ഇഷ്ടമില്ലാത്ത ഒന്നായിട്ട് ഇഷ്ടമില്ലാത്തായിട്ട് ഒന്നുമില്ല. പൊതുവെ എല്ലാതും ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പൊ ഓൾക്ക് ഉണ്ടാക്കണം എന്നൊരാഗ്രഹം, അങ്ങനെ ഉണ്ടാക്കിയല്ല. എല്ലാരും കൂടെ ഉണ്ടാവുമ്പോഴേ ഇതൊക്കെ കഴിക്കുമ്പോ ഒരു രസമുണ്ടോ. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോ വലിയ രസം തോന്നുന്നില്ല. ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോ രസമില്ലല്ലോ. ചെറിയൊരു കഷ്ണം കുത്തിയിട്ട് വന്നത് നാരായണ നല്ലോണം ഉണ്ടായി. മറ്റേത് അത് മഴ പെയ്തിട്ട് പോയതായിരുന്നു. അത് പിന്നെ ഇപ്പൊ നല്ലോണം തെളുത്തുണ്ടായി വരുന്നുണ്ട്. ഇതാട്ടോ ചിക്കൻ ഇടണേ. ചിക്കൻ ഇട്ടു. തേങ്ങാച്ചോറ് കാണിച്ചു കൊടുക്കടാ. തേങ്ങാച്ചോറ് അവിടെ ഉണ്ടാക്കി തന്നു. ഇതും തൊടാൻ പറ്റുന്നില്ലല്ലോ, ചൂടല്ലേ. കളർ കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല കളറൊക്കെ ഉണ്ട്. ഇപ്പൊ കുറച്ച് കമ്മിയാക്കി ഇടാം. നാരങ്ങ ഉണ്ടോ ചേച്ചി? നാരങ്ങ ഉണ്ടല്ലോ. ഒരു കുട്ടിയോട് ആരും പറഞ്ഞു. ഞാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് നാരങ്ങ എടുത്തതാ. ഇപ്പൊ എടുത്തിട്ടോ. നാരങ്ങ പിയ്യാതെ എന്താ ആഘോഷം? നാരങ്ങ പിയ്യാതെ ചിക്കനൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. നാരങ്ങ പിയ്യണേ. വെള്ളം ഇതില് വേവണം എന്ന് പറയുന്നതേ, ഇത് ആവിയിൽ കടന്ന് വേവണം, അപ്പോഴേ രസം ഉണ്ടാവുള്ളൂ. വെള്ളം ഒഴിക്കാൻ പാടില്ല. ചിക്കനിൽ തന്നെ വെള്ളം ഉണ്ടാവും. അത് അടുപ്പത്താവോണ്ടേ ആവിയിൽ വേവുമ്പോക്കിന് അത് ചുക്കാവും. അതിന് തീ എന്താ പറയാ, ഇത് വിറകങ്ങോട്ട് മാറ്റി വെച്ചാൽ. അല്ല കുഴപ്പമില്ല, ചെറുതായിട്ട് ഇങ്ങനെ അത് അടച്ചു വെച്ചാൽ തന്നെ വെന്തോളി. അമ്മത് അടച്ചേക്കാൻ പാത്രം ഉണ്ടോ? ചിക്കനെന്ന് ഇനി വെള്ളം ഇറങ്ങി. ഇറങ്ങും, അതാണ്. അപ്പൊ തോനെ വെള്ളം ഉണ്ടാവും. ഇതിന്റെ അടപ്പ അന്ന് കത്തിയോ? ഒന്ന് കത്തി എടുക്കടാ. തീ വേണ്ട, കുറച്ച് വെച്ച് എടുക്കണ്ട, കുഴപ്പമില്ല. അടച്ചാലേ ഇങ്ങനെ വെന്തോളൂ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കും. ഇതിലൂടെ കത്തിക്കണം. അത് പറ്റും തോന്നണില്ല. അത് കൊള്ളോ? ഇല്ല അമ്മ, അത് അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോലെ. ഇല്ല കുഴപ്പമില്ല. നാരങ്ങ പിഴിഞ്ഞിട്ടില്ല. നാരങ്ങ പിയ്യട്ടെ. ആരാ എന്നാ ചെറുപ്പം പഠിപ്പിച്ചത്? നാരങ്ങ പിഴിഞ്ഞിട്ടില്ലാന്ന്. മതിയില്ലേ? കുറച്ചുകൂടി മതിയല്ലോ. കുറച്ചുകൂടി മതി. ഓനക്കൊരു കഷ്ണം കൊടുത്തല്ലോ. ഒരു പ്രശ്നമില്ല. കട്ടൻ ചായക്ക് എനിക്കിഷ്ടം അല്ലേ? കട്ടൻ ചായക്ക് തേങ്ങാച്ചോറും അതേപോലെ നെയ്ച്ചോറില്ലേ, നെയ്ച്ചോറും ഞാൻ കട്ടൻ ചായക്ക് തിന്നും. നമ്മള് പച്ചരിപ്പ് മാവ് തിന്നൂലേ, അതേപോലെ നല്ല രസാ. കറി വേണമെന്നൊന്നുമില്ല. ഇനി അതന്നെ അയക്കാക്കാൻ പറ്റും. ഞങ്ങള് ലൈവ് ഇടലുണ്ടല്ലോ. മനസ്സിലായില്ല. നീ ഇതവിടെ കൊണ്ടുപോകോ? ഇത് ബുദ്ധിമയ്ക്ക് വെറുതെ കൈയോടെ വെച്ചാളി. എനിക്കൊന്നും വേണ്ട, ഇവിടെ നിന്ന് വെച്ചാൽ മതി. പറയണോ? ഞാനിതുവരെ അതിൽ ലൈവ് ഇട്ടിട്ടില്ല. ഞങ്ങള് വലിയേട്ടനിലാണ് ഫുൾ ഫോക്കസ്. അച്ഛൻ എവിടെ? എന്റെ ചാനൽ അവിടെ കിടക്കും. ഉറങ്ങാ ചാനലിലൊന്നുമില്ല. എന്റെ അച്ഛനോട് കൂടെ വരാൻ പറഞ്ഞ. വലിയേട്ടൻ ഇല്ലാതെ എന്ത് വലിയേട്ടൻ ബ്ലോഗാ ഇതിപ്പോ? വലിയേട്ടൻ സജിതേ പേര് മാറ്റി നാത്തൂൻ ബ്ലോഗ് വേണ്ടി വരും.
വലിയേട്ടൻ അന്നിന് ഒരു ഉസാറില്ല ദൈവേ അത് കുറഞ്ഞ് കിടന്നതിന്റെ ലക്ഷ്മോളെ അച്ഛനോട് കൂടെ വരാൻ പറ. ശരി, വലിയേട്ടൻ വ്ളോഗാണ്. എന്നിട്ട് വലിയേട്ടനെ കിട്ടൂല. ഒരു ലൈവ് ഇടുമ്പോഴും വലിയേട്ടനെ കിട്ടൂല. അപ്പോഴും നാത്തൂനും നമുക്ക് എന്താ ചൂട് കൃഷ്ണ. നല്ല രസം. രസത്തിനെന്താ വലിയേട്ടനെ നാത്തൂൻ നാത്തൂൻ വ്ളോഗ് നോക്കാം. അപ്പൊ ഏകദേശമൊക്കെ വന്നണു. എന്നാലും നമുക്കുള്ള വേവായിട്ടില്ല. അത് അടുപ്പിലായോണ്ട് വേഗം വേവും. അതെ, അടുപ്പിലാണെങ്കിൽ വേഗം വേവും. നല്ല ചൂടല്ലേ അടുപ്പ്. ഞങ്ങള് വെള്ളിയാഴ്ച ഇങ്ങോട്ട് വന്നതാണ് വീട്ടിക്ക്. ലച്ചുമോളെ പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ അമ്പലത്തില്. തളി ക്ഷേത്രത്തിലല്ല, മുതുവറ ക്ഷേത്രത്തിലും പിന്നെ ആളേക്കാട് ക്ഷേത്രത്തിലും ഇന്നലെ ആയിരുന്നു ശ്രീകൃഷ്ണജയന്തിന്റെ പരിപാടി. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അതിന് വന്നതാണ്. അതെ, അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എന്നാ കുട്ടികൾ സ്കൂളിലേക്കൊന്നും പോയിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഉദിച്ചൊരു ഐഡിയ ആണ് എല്ലാവർക്കും. അവൾക്ക് ഡാൻസ് കളിച്ചിട്ടേ ഈ പണ്ടാർ പോക വന്നിട്ട് ഡാൻസ് കളിച്ചിട്ട് ഭയങ്കര ക്ഷീണം, കാലുവേദന, കൈവേദന. അവിടെ നിന്ന് സ്കൂളിലേക്ക് വിട്ടിട്ടില്ല. അച്ചുവിന് പനി. അപ്പൊ പിന്നെ ഒന്നും ആരും സ്കൂളിലേക്ക് വിട്ടില്ല. ഇതെന്താ ഇവിടെ പുകയാണ് ഇവിടെ. അപ്പൊ ഇവിടെ വന്നാല് ഞാൻ ഈ സജിതയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണം. എല്ലാ പ്രാവശ്യം വരുമ്പോഴും സ്പെഷ്യലാ. എന്താ ഇത് കഥ? അപ്പൊ ഇന്ന് തേങ്ങാച്ചോറും ചിക്കനും ഉണ്ടാക്കാറുണ്ട്. അതിന്റെ പരിപാടി ഉണ്ടോ? തേങ്ങാച്ചോറ് റെഡിയായി, ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ റെഡിയാവും. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ എന്താന്നാവും ആഗ്രഹം. നെയ്ച്ചോറാവും. അന്നിപ്പോ ഓണത്തിന് നമ്മള് ബിരിയാണി ഉണ്ടാക്കി. ഒക്കത്തിന് കാരണക്കാര് സജിതേ. അതെ, എല്ലാത്തിനും കൂടി പോയാലോ കുറ്റം ഫുള്ള് ഓളെ തലേക്ക്. അല്ലാതെ കുറ്റം ചേരാൻ ഒരാളുണ്ടല്ലോ. അതെ, എന്താ ചിക്കൻ കറിന്റെ കളറില്ലേ? കാണുമ്പോ തന്നെ തിന്നാൻ തോന്നുന്നുണ്ട്. ചിക്കൻ കറി കഴിക്കണോ? റെഡിയായി. ഇനി നമുക്ക് ചിക്കൻ കറി തേങ്ങാച്ചോറും കൂടെ കഴിക്കാം. എന്നിട്ട് ഞങ്ങക്ക് കുറച്ച് പരിപാടി ഉണ്ട്. കഴിച്ചിട്ട് പ്ലാൻ ബി കാണിച്ചു കൊടുത്താലോ ഒന്നും കൂടി. ചിക്കൻ മാത്രമേ. പിന്നെ ചിക്കൻ കറി ചിക്കൻ കറിയിൽ ചിക്കൻ അല്ലാണ്ട് പിന്നെ ആടുണ്ടാവോ? അല്ലേ, ചിക്കൻ കറിയുടെ ചിക്കൻ കറി ഇതാട്ടോ. ചിക്കനും നെയ്ച്ചോറും തേങ്ങാച്ചോറും കഴിക്കണം കേട്ടോ. എങ്ങനെയുണ്ട് മക്കളെ? അതിക്ക് വേണം, കഴിച്ചു നോക്കൂ. എന്താണ് ഇതാട്ടോ. അപ്പൊ ഇതിലിപ്പോ പറഞ്ഞത് കാണിച്ചു കൊടുക്കാനാ. കാണിച്ചു കൊടുക്കാന് ചിക്കൻ കറി വിളമ്പുവാണ്. ഒന്ന് ഒക്കെ ഒന്ന് വൈറലാക്കണം എല്ലാരും. വൈറലാക്കി മതി. വൈറലാക്കി എയറിലാക്കണം. തിന്നിട്ടേ ഏതൊരു പെണ്ണ് വന്നിട്ട് വലിയ ചൂടാണ് ചൂടാണ് ചൂട് ചൂട് ചൂട്. അടിപൊളി അടിപൊളി. നമ്മളെ പണ്ട് എന്താ പറയാ ഇതിനല്ലമ്മ എടാ നമ്മളെ മറ്റേതിന് ഒന്ന് മതിയോ? ഒന്ന് മതിയെന്നല്ലാന്ന് ഓർക്ക് ഒന്ന് മതിയായിരുന്നു. അപ്പൊ ഒന്നെടുത്തു. അപ്പൊ കരയ അതും വേണ്ട, ഒന്നുകൂടി മതിയല്ലോ. അത് ഇതും വേണ്ടേ? ഒന്ന് മതിയെന്നല്ലേ ഇജ്ജ് പറയണേ? ഒന്നും കൂടി ഇത് മതിയോ? ഇത് മതിയോ? ഒന്നും കൂടി മതിയല്ലോ. അതൊന്നും മതിയല്ലോ. ഇത് വേണ്ട. ലച്ചുമോള് വയറ് വലിച്ചിട്ട് കിടക്കണം. ഞാൻ എടുത്തോളാം. ഒക്കെ തീരെ വയ്യ. ഓൾക്ക് വയ്യത്രേ. ഓൾക്ക് ഇന്നലെ ഡാൻസിൽ ക്ഷീണം പറ്റി. എങ്ങനെയുണ്ടടാ വെച്ചത്? രസമുണ്ടോ? ആദ്യം കഴിച്ചു നോക്കടാ. കഴിച്ചു നോക്കുന്നിട്ട് പറ. കാണുമ്പോ രസം ഉണ്ടാവും. ചൂടുണ്ടാവും ചൂടുണ്ടാവും. ചിക്കൻ കറിയോ? അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. നാളെ കാണാം. നാളെ എടുക്കാം. ഞങ്ങള് ലൈവില് വരും കേട്ടോ രാത്രി. എല്ലാരും വരും. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇനി ചലഞ്ചും പരിപാടിയൊക്കെ ചെയ്യാന്. അപ്പൊ നാളെ നല്ല വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.